മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് അവസരം ഒരുങ്ങുമോ? ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിൽ ഇന്ന് സുപ്രധാന ഇടപെടൽ ഉണ്ടായി. MLA അബ്ദുൾ റസാഖ് മരിച്ചതോടെ കേസ് ഇനി തുടരണോ എന്ന ഹൈക്കോടതി വാദിയായ കെ സുരേന്ദ്രനോട് ചോദിച്ചു. ഇതോടെ 2 ദിവസത്തിനകം മറുപടി നൽകാമെന്ന് BJP നേതാവ് വ്യക്തമാക്കി. ഇതോടെ കെ സുരേന്ദ്രൻ പിൻവലിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. സുരേന്ദ്രൻ കേസ് പിൻവലിച്ചാൽ മണ്ഡലത്തിൽ നൂലാമാലകൾ നീങ്ങി ഉപതെരഞ്ഞെടുപ്പിന് അവസരം ഒരുങ്ങും. മുസ്ലിം ലീഗ് MLA അബ്ദുൾ റസാഖ് 89 വോട്ടിനാണ് ഇവിടെ കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് ജയിച്ചത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയിൽ BJPയുടെ കെ സുരേന്ദ്രൻ നടത്തിയത് ഉഗ്രൻ പോരാട്ടമായിരുന്നു. മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന ഘടകമായി ഇന്ന് ഈ കേസ് മാറിയിരിക്കുകയാണ്. കേസ് അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കാൻ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. വിധി എതിരായാൽ മാത്രം തിരഞ്ഞെടുപ്പ് എന്ന തീരുമാനത്തിലാണ് സുരേന്ദ്രൻ. ഇതിനിടെയാണ് സുരേന്ദ്രനോട് ഹൈക്കോടതി ചോദ്യങ്ങളുമായി എത്തിയത്. കണ്ണൂരിലെത്തുന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുമായി ആലോചിച്ച് ഹൈക്കോടതിയിൽ മറുപടി നൽകാനാണ് സുരേന്ദ്രന്റെ നീക്കം. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സുരേന്ദ്രനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് BJPയുടെ അനൌദ്യോഗിക തീരുമാനം. അതേസമയം സുരേന്ദ്രനോട് കേരളത്തിലെ RSSന് വലിയ താല്പര്യമില്ല. എന്നാൽ കർണാടകയിലെ പരിവാറുകാർക്ക് ഏറെ പ്രിയവും. RSSന്റെ സംഘടനാ സംവിധാനത്തിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരം കർണാടക സംവിധാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയിൽ അഭിപ്രായം പറയുക RSSന്റെ മംഗലാപുരം മേഖലയായിരിക്കും. CPM-ഉം ലീഗും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പ്രതിസന്ധിയിലാണ്. അബ്ദുൾ റസാഖിനെ പോലൊരു ജനകീയനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ലീഗിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അധികാരത്തിലുള്ള CPM-നും മഞ്ചേശ്വരത്ത് വോട്ട് നഷ്ടമാകുമെന്നതിനെ കുറിച്ച് ചിന്തിക്കാനാകുന്നില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.